മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഭ്രമയുഗം. ഗംഭീര അഭിപ്രായങ്ങൾ നേടി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം കാഴ്ചവെച്ചിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമ ഒരു ഹൊറർ സിനിമയായിട്ടാണ് ഒരുങ്ങിയിരുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനവും കൊടുമ്പൻ പോറ്റി എന്ന കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് നടൻ ധ്രുവക്കം പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുകയാണ്. കണ്ട ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമ ഏതെന്നുള്ള ചോദ്യത്തിന് ഭ്രമയുഗം എന്നായിരുന്നു ധ്രുവക്കവന്റെ മറുപടി. പേളിമണി ഷോയിലായിരുന്നു നടന്റെ പ്രതികരണം. ഇതിനു പിന്നാലെ നടന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. പുറത്തിറങ്ങി ഒരു വർഷം കഴിയുമ്പോഴും പ്രമേയവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതും മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിൽ ഇന്നും സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പലരും കുറിക്കുന്നു. മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽദാർ ലിസ തുടങ്ങിയ സുപ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തൻ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിച്ചത്. അതേസമയം പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന പ്രണവ് മോഹൻലാൽ ചിത്രമായ ഡി-0 ഒക്ടോബർ 31 പുറത്തിറങ്ങും. പ്രേക്ഷകരെ ഭീതിയിലാക്കാൻ കഴിവുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഡി-0 എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഈ ചിത്രം മലയാള സിനിമയിലെ ഹൊറർ ജോണറിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുമെന്ന് ഉറപ്പാണെന്നും പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും കമന്റുകൾ വരുന്നുണ്ട്.